ഇന്നൊരു വെജിറ്റബിൾ കുറുമയാട്ടോ ഉണ്ടാക്കിയേക്കണത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റണ നല്ലൊരു വെജിറ്റബിൾ കുറുമ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ കാണുന്ന പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളും ഗ്രീൻ പീസും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അടച്ച് 2 വിസിൽ അടുപ്പിച്ചു കേട്ടോ. 2 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് അണ്ടിപ്പരിപ്പും നാളികേരവും പച്ചമുളകും പെരുംജീരകമൊക്കെ നല്ലപോലെ അരയ്ക്കുക. എന്നിട്ട് ഈ കാണുന്ന സാധനങ്ങൾ ചതക്കല്ലിൽ നല്ലതുപോലെ ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുക്കണം, അരച്ചെടുക്കരുത്. എന്നിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇല്ലേ അതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് സിമ്മിലിട്ടോളണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റുക. സവാള നന്നായിട്ടല്ല ഒന്ന് ചെറുതായി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലേ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സായി വന്നു കഴിയുമ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് തള വന്നു കഴിഞ്ഞപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരപ്പിലേക്ക് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചാറും കൂടി വേണ്ടേ മുക്കി തിന്നാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചാറും കൂടി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് തള വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ടു കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ നോക്കിയത് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനിയൊന്നുമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് സംഭവം സെറ്റാക്കാം. അധികം കോരിയിട്ട് വെറുപ്പിക്കാൻ നിൽക്കണ്ട. കുറച്ചൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കറി അങ്ങോട്ട് എടുക്കുക. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.